MV രാഘവന്റെ മകനെ തിരിച്ച് പാർട്ടിയിൽ കൊണ്ടുവന്ന് രക്തഹാരം അണിയിച്ച് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് നികേഷ് കുമാർ സിന്ദാബാദ് വിപ്ലവം വിജയിക്കട്ടെ എന്ന് വിളിക്കാൻ ഈ പാർട്ടിക്കും ഈ നേതാക്കന്മാർക്കും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ട നിയമസഭയിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളെക്കുറിച്ച് ഞാൻ ഉന്നയിച്ചപ്പോൾ അന്ന് SFI നേതൃനിരയിലുണ്ടായിരുന്ന P. രാജീവ് ഇന്ന് മന്ത്രിസ്ഥാനം അലങ്കരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂത്തുപറമ്പിൽ നടന്ന സമരം വിദ്യാഭ്യാസ സമരമായിരുന്നില്ല, സ്വയാശ്രയ കോളേജുകൾക്കെതിരെയായിരുന്നില്ല, അവിടുത്തെ പ്രാദേശികമായ സൊസൈറ്റിയിലെ നിയമനത്തിൽ നടന്ന അഴിമതിക്കെതിരെ നടത്തിയ സമരമായിരുന്നു എന്ന് പറഞ്ഞ് ആ രക്തസാക്ഷികൾ എന്തിനു വേണ്ടിയിട്ടാണോ ജീവൻ പൊലിച്ചത്, ഏത് മുദ്രാവാക്യത്തിന് വേണ്ടിയിട്ടാണോ അത് പരസ്യമായി മന്ത്രിക്കുപ്പായം അണിഞ്ഞിരുന്നുകൊണ്ട് അത് നിയമസഭയിൽ തള്ളിപ്പറയാനുള്ള ഈ പാർട്ടിക്കുള്ള ചങ്കൂറ്റവും ചങ്കുറപ്പും ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഒടുവിൽ ആ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വെടിവെക്കാൻ ഉത്തരവിട്ട ആ നേതാവിന് DGP അല്ലെങ്കിൽ DGP കസേരയിൽ അവരോധിക്കാൻ വേണ്ടി ഇന്ന് പിണറായി വിജയൻ എടുത്ത തീരുമാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ആ രമത ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥന്റെ ചെയ്തികളെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിന്റെ മുമ്പിൽ ന്യായീകരിക്കുമ്പോൾ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിന് മുമ്പിൽ ന്യായീകരിക്കുമ്പോൾ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി കേരളത്തിന് മുമ്പിൽ ന്യായീകരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല PG.